ആഗോള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഏതാണ്? ചലച്ചിത്ര ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ചോദ്യമാണിത്. ഹോളിവുഡ് ചിത്രം അവതാർ എന്നായിരിക്കും ഭൂരിഭാഗം പേരുടെയും ഉത്തരം, അല്ലേ? എന്നാൽ ടിക്കറ്റ് നിരക്കുകൾ വളരെ കുറവായിരുന്നൊരു കാലഘട്ടത്തിലെ സിനിമാ വിജയങ്ങളെ ഇന്നത്തെ വലിയ തുകകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബോക്സ് ഓഫീസ് ചരിത്രം പൂർണ്ണമാകുമോ? ബോക്സ് ഓഫീസ് കണക്കുകളെ നമ്മൾ രണ്ട് രീതിയിലാണ് വിലയിരുത്തേണ്ടത്. ഒന്ന്, തിയേറ്ററുകളിൽ നിന്ന് നേരിട്ട് ലഭിച്ച യഥാർത്ഥ തുക. രണ്ട്, കാലപ്പഴക്കം അനുസരിച്ച് ടിക്കറ്റ് നിരക്കിലുണ്ടായ വ്യത്യാസം, അതായത് ഇൻഫ്ലേഷൻ ക്രമീകരിച്ചുകൊണ്ടുള്ള മൂല്യം. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ നിരക്കുകൾ മുൻനിർത്തിയുള്ള ലോക സിനിമയിലെ യഥാർത്ഥ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? അതിനു മുൻപ് റിലീസ് ചെയ്ത സമയത്തെ തിയേറ്ററുകളിൽ നിന്ന് നേടിയ ആക്ച്വൽ റവന്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യ 5 സ്ഥാനങ്ങൾ നോക്കിയാൽ ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് ജെയിംസ് കാമറൂണിൻ്റെ 2009 ഇറങ്ങിയ അവതാർ തന്നെയാണ്. $2.9 ബില്യൺ ചിത്രത്തിൻ്റെ ആകെ വരുമാനം, അതായത് ഏകദേശം 24,000 കോടിയിലധികം ഇന്ത്യൻ രൂപ. 2-ാം സ്ഥാനത്ത് $2.7 ബില്യൺ മാർവലിൻ്റെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമാണ്. 3-ഉം 4-ഉം സ്ഥാനങ്ങളിൽ അവതാർ ദ വേ ഓഫ് വാട്ടറും ടൈറ്റാനിക്കുമാണ്. ലോക സിനിമയിലെ ഏറ്റവും വലിയ 4 വിജയങ്ങളിൽ 3-ഉം ജെയിംസ് കാമറൂൺ എന്ന ഒരൊറ്റ സംവിധായകൻ്റേതാണെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ ഹോളിവുഡ് ആധിപത്യത്തിലേക്ക് 5-ാം സ്ഥാനത്തായി ഒരു ഏഷ്യൻ ചിത്രം കടന്നു വന്നിരിക്കുകയാണ്. ഹോളിവുഡിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2025 റിലീസ് ചെയ്ത നേഷ്യ 2 എന്ന ചൈനീസ് ആനിമേഷൻ ചിത്രം നേടിയത് $2.2 ബില്യൺ. 5-ാം സ്ഥാനം സ്വന്തമാക്കിയാണ് ഈ ചരിത്രം കുറിച്ചിരിക്കുന്നത്.